ഹലോ ഗൈസ്, ഇന്നൊരു തട്ടിക്കൂട്ടി ഈവനിങ് സ്നാക്കാണ്. ഒരു ഇലയട എന്ന് പറയാം, കൊഴുക്കട്ട എന്ന് പറയാം, രണ്ടും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവ് ഉണ്ടാക്കാം. അപ്പോൾ അതിനൊരു പാത്രത്തിലോട്ട് കുറച്ച് അരിപ്പൊടി, കുറച്ച് ഗോതമ്പ് പൊടി, കുറച്ച് മൈദ, ഇതൊക്കെയാണ് നമ്മൾ ഇടുന്നത്. അതിലോട്ട് ഉപ്പ്, പഞ്ചസാര, കോക്കനട്ട് ഓയിലും ചേർത്ത് ചുടുവെള്ളം ഒഴിച്ച് നല്ലൊരു ഡോ ആക്കിയെടുക്കാം. മൈദ ഇട്ടുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കുഴക്കാതെ തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഫില്ലിങ്ങിന് കൊഴുക്കട്ടക്കായാലും ഇലയടക്കായാലും നമ്മൾ തേങ്ങയും ശർക്കരയും ഉള്ള ഫില്ലിംഗ് ആണല്ലോ. അപ്പോൾ തേങ്ങയിലോട്ട് ശർക്കര പൊടിച്ചിട്ടിട്ട് മിക്സ് ചെയ്ത് മാറ്റിയേക്കുക. പിന്നെ ഇതിൻ്റെ അൻ്റേതാണ്, ഞാൻ കൊഴുക്കട്ടയാണ്. ഇത് മറ്റേ ഇലല്ലേ, കറുകാപ്പട്ടയുടെ ഇല എന്നാ പറയല്, അതിലോട്ട് ഒരു ബോൾ വെച്ചിട്ട് പരത്തി 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 അതിലോട്ട് ഫില്ലിങ് വെച്ച് മടക്കുക. അതാണ് ഉമ്മാൻ്റെത്. എൻ്റെത് ഇനി വരുന്നുണ്ട്. പിന്നെ ഗൈസ്, നമ്മുടെ വീഡിയോ കുറച്ച് ആൾക്കാർക്ക് കാണുന്നുണ്ട്, പക്ഷെ ആരും അങ്ങ് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യട്ടോ, നമ്മൾ സപ്പോർട്ടാക്കുക. അപ്പോൾ ഉമ്മാൻ്റെ ഇലയുടെ റെഡി ആയിട്ടുണ്ട്. ഉമ്മാക്ക് ഈ കറുകാപ്പട്ടയുടെ ഇലയുടെ ചുവ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. കൊഴുക്കട്ട പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. വീഡിയോ ഞാൻ അതിവിടെ മേലെ കൊടുക്കാം. ഇത് നോർമൽ കൊഴുക്കട്ടേൻ്റെ മാതിരി റോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. ഭയങ്കര സുഖമായിട്ട് ഫില്ലിങ് അതിലോട്ട് വെച്ചിട്ട് റോൾ ചെയ്യാൻ ഭയങ്കര സിമ്പിളായിരുന്നു. ശരിക്കത്തെ കൊഴുക്കട്ട അരിപ്പൊടി കൊണ്ടുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു റോൾ ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കൊഴുക്കട്ട ആൻഡ് ഇലയട. ഇത് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മുടെ ഇലയട ആൻഡ് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. സംഭവം രണ്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ.